നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് ഒരു ന്യായാധിപൻ കേരളത്തിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടത് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജ് AM ബഷീറാണ്. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച ന്യായാധിപൻ. അദ്ദേഹത്തിന് പാലഭിഷേകവും മറ്റും ഒക്കെ നടത്തിയിരുന്നല്ലോ. അത് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിധി പ്രസ്താവം അദ്ദേഹം നടത്തിയതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ അധിക ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്തേക്ക് വന്നിരുന്നല്ലോ. പലരുടെയും പ്രസ്താവനകളും വീഡിയോകളും ഒക്കെ തന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീലേഖ IPS ഒരു വീഡിയോ ചെയ്തിരുന്നു. സസ്നേഹം ശ്രീലേഖ എന്ന അവരുടെ യൂട്യൂബ് പേജിൽ. അതിൽ അവരും പറയുന്നത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ അധിക ശിക്ഷയായി പോയി എന്നാണ്. കാമുകന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തിയതൊക്കെ ഒരു വലിയ കേസാണോ, വലിയ സംഭവമാണോ എന്നൊക്കെ നിസാരവൽക്കരിച്ചുകൊണ്ടായിരുന്നു ശ്രീലേഖ IPSന്റെയും പ്രസ്താവനകൾ. അതിനോടൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ കേസിൽ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിധിയാണ് ഉണ്ടായത്. ശരിയാണ്, ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ ഈ വിധിയൊക്കെ മാറി മറിയും എന്നുള്ളത് നിയമജ്ഞർ തന്നെ പറയുന്നുണ്ട്. അതും ഗ്രീഷ്മ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നതിന് വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അതായത് 38 വയസ്സിൽ പുറത്തിറങ്ങും എന്നുള്ള ആ അഹങ്കാരമാണ് അവർക്കിപ്പോഴും ഉള്ളത്. അതായത് ഗ്രീഷ്മയുടെ വിധി പ്രസ്താവിച്ച ജഡ്ജി അദ്ദേഹത്തിന്റെ പേനയുടെ മുന കുത്തി ഒടിച്ചില്ല. സാധാരണ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്, വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ പേന കുത്തി ഒടിച്ചു കളയണം എന്നാണ്. എന്നാൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അത് വിധി വരും മുൻപ് തന്നെ എനിക്കറിയാമായിരുന്നു. ജഡ്ജി അങ്ങനെ തന്നെ വിധിക്കുമെന്ന്. പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് നടത്തിയ പ്രസ്താവനയാണ് ഇത്. എന്തായിരുന്നു അദ്ദേഹത്തിന് അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടാകാൻ കാരണം? അത് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന വേദനയിൽ ഏറ്റവും വലുതാണ് ഷാരോൺ രാജ് അനുഭവിച്ചത്. ഇത് കോടതിക്ക് മനസ്സിലാക്കാൻ കൂടി കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ശിക്ഷ പ്രതിക്ക് കിട്ടാൻ കാരണമെന്ന് വിനീത് പറയുന്നു. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ കേസ് വധശിക്ഷയിൽ അവസാനിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ആദ്യമായി തോന്നിയത് ശിക്ഷയെക്കുറിച്ച് കോടതി പരാമർശിക്കുന്ന വേളയിലാണ്. പ്രതിയെ അടുത്ത് വിളിച്ച ശേഷം ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് പ്രതി ഗ്രീഷ്മ പറഞ്ഞ കുറെ കാര്യങ്ങൾ കോടതി രേഖപ്പെടുത്തി. തുടർന്ന് പ്രോസിക്യൂട്ടറുടെയും പ്രതിഭാഗം അഭിഭാഷകന്റെയും വാദം കേൾക്കും. അതിനുശേഷമാണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന കാറ്റഗറിയിലേക്ക് വിധി വരുമെന്ന് ബോധ്യപ്പെട്ടത്. ആ ബോധ്യം കോടതി കൂടി അംഗീകരിച്ചതോടെ വളരെ സംതൃപ്തിയാണ് തോന്നിയത്. വിധി എഴുതിയതിനു ശേഷം വിധി എഴുതിയ പേനയുടെ നിബ് ജഡ്ജി കുത്തി ഒടിച്ചില്ല. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി AM ബഷീറാണ് 568 പേജുള്ള വിധി പ്രസ്താവിച്ചത്. വിധിക്ക് പിന്നാലെ കോടതി മുറിക്കുള്ളിൽ അഭിഭാഷകർ ഉൾപ്പെടെ ഉറ്റുനോക്കിയത് ജഡ്ജി ആ പേന കുത്തി ഒടിക്കുമോ എന്നായിരുന്നു. AM ബഷീറിന്റെ അത്തരത്തിലൊരു നീക്കം കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ അഭിഭാഷകരെയും ഞെട്ടിച്ചു. ജഡ്ജി AM ബഷീർ അത്തരമൊരു വിശ്വാസമോ കീഴ്വഴക്കമോ പിന്തുടരാറില്ല എന്നാണ് മുതിർന്ന അഭിഭാഷകർ പറയുന്നത്. ഒരിക്കൽ വധശിക്ഷ വിധിച്ച് വിധിന്യായത്തിൽ ഒപ്പിട്ടാൽ ജഡ്ജി അത് പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഒഴിവാക്കാൻ പേനത്തുമ്പ് ഒടിച്ചു കളയുന്നു എന്നതാണ് ഒരു വാദം. ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുകയാണ് വധശിക്ഷയിലൂടെ പേന ചെയ്യുന്നത്. ഈ പേന മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന വിശ്വാസത്തിന്റെ പ്രതീകമായാണ് ജഡ്ജിമാർ പേന മാറ്റിവെക്കുകയോ ഒടിച്ചു കളയുകയോ ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു. ഇതിൽ രണ്ടിലും വിശ്വസിക്കാത്ത ന്യായാധിപന്മാരിൽ ഒരാളാണ് AM ബഷീർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പേന കുത്തിയൊടിച്ച് കളഞ്ഞില്ല. പക്ഷേ ഗ്രീഷ്മയ്ക്ക് അദ്ദേഹം മുൻപിൻ നോക്കാതെ ഒരു വിധി പ്രസ്താവിക്കുകയായിരുന്നില്ല. അതിൻ്റെ ഇഴ കീറി പരിശോധിച്ചുകൊണ്ട് പ്രതി ചെയ്ത ക്രൈമിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയതുകൊണ്ട് ഗ്രീഷ്മയുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ വ്യക്തമായ സാഹചര്യത്തിലാണ് AM ബഷീർ അത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരളം അദ്ദേഹത്തെ ഏറ്റെടുത്തതും. കൊടും ക്രിമിനലുകൾ വരെ ക്രൂര കൊലപാതകങ്ങൾ നടത്തി ജനങ്ങളുടെ കാശിൽ ജയിലിനുള്ളിൽ മൃഷ്ടാന ഭോജനം നടത്തി സുഖമായി ജീവിക്കുകയാണ്. ഇത് കണ്ടും കേട്ടും കേരളത്തിന് മടുത്തു പോയിട്ടുണ്ട്. അത്തരത്തിൽ മരവിച്ചു പോയിരിക്കുകയാണ് കേരളത്തിന്റെ മനസ്സ്. അതുകൊണ്ട് തന്നെയാണ് പൊടുന്നനെ ഷാരോൺ കേസിൽ തൂക്കുകയർ വിധിച്ച ജഡ്ജിക്ക്
ജനം കൈയടിക്കുന്നതും അദ്ദേഹത്തെ തോളിലേറ്റുന്നതും. ഇപ്പോൾ പക്ഷേ എല്ലാവരും ആ ന്യായാധിപനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതൊരു അധിക വിധിയായി പോയി, അല്ലെങ്കിൽ ഒരു ഹീറോയിസം കാണിക്കുന്നതിന് വേണ്ടി, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി, വൈറലാകുന്നതിന് വേണ്ടിയൊക്കെ അദ്ദേഹം നടത്തിയ ഒരു ഗിമ്മിക്ക് എന്ന രീതിയിലൊക്കെ തന്നെ അദ്ദേഹത്തെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. പല വിമർശനങ്ങളും കണ്ടു. കമാൽ പാഷ ഉൾപ്പെടെയുള്ളവർ ദിവ്യയ്ക്ക് വേണ്ടി വാദിക്കുന്നത് കണ്ടു. അതിൽ ഒട്ടും ദഹിക്കാതെ തോന്നിയത് ശ്രീലേഖ IPSന്റെ വീഡിയോയാണ്. അതിലാണ് ശ്രീലേഖ IPS ആ ക്രൂര കൊലപാതകത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒട്ടും അംഗീകരിക്കാൻ തോന്നിയില്ല. കാരണം എത്രയോ പ്രഗത്ഭയായിരുന്നു, എത്രയോ നല്ല കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അത്തരത്തിലൊക്കെ ഒരു റോൾ മോഡൽ പോലെ പലരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരാളൊക്കെ തന്നെയാണ് ശ്രീലേഖ IPS. പക്ഷേ അവരിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ആരും തയ്യാറാകുന്നില്ല. അതുമാത്രമല്ല, അവരുടെ ചില വാക്കുകൾ അതാണ് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായി പോകുന്നത്. ഇതൊക്കെ ഒരു വലിയ സംഭവമാണോ എന്നുള്ളത്, അതൊരു വലിയ സംഭവമാണ്. ഒരുപക്ഷെ ശ്രീലേഖ IPS അവരുടെ നിയമ പരിജ്ഞാനത്തിൻ്റെയൊക്കെ അളവുകോൽ കൊണ്ടായിരിക്കാം ഷാരോൺ കേസ് നോക്കിക്കാണുന്നത്. പക്ഷേ കേരളം അതിനെ വൈകാരികമായി തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. അല്ലാതെ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ മാധ്യമ വാർത്തകൾ കൊണ്ടോ കേരളത്തിന് ഷാരോണിനോട് അനുകമ്പ തോന്നിയതോ അല്ലെങ്കിൽ ഗ്രീഷ്മയോട് വെറുപ്പ് തോന്നുന്നതോ ഒന്നുമല്ല. ശ്രീലേഖ IPS തന്നെ അവരുടെ ഈ വീഡിയോയിൽ പറഞ്ഞതാണ്, മാധ്യമങ്ങളാണ് ഈ കേസ് വളരെ വലിയ രീതിയിൽ പൊലിപ്പിച്ചതെന്ന്. അതൊരിക്കലും പൊലിപ്പിച്ച് കാണിച്ചതല്ല. ഈ കേസിൻ്റെ ഓരോ വിവരങ്ങളും പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങൾ അതിനെ വൈകാരികമായി തന്നെയാണ് എടുത്തത്. 11 ദിവസത്തോളം അതിക്രൂരമായി വേദന അനുഭവിച്ചാണ് ഷാരോൺ ഇല്ലാതായത്. മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ ഒറ്റുകൊടുക്കാൻ അവൻ തയ്യാറായില്ല. അതുമാത്രമല്ല, ഷാരോണിൻ്റെ അമ്മയുടെ കരച്ചിൽ അത് കേരളത്തിൻ്റെ നെഞ്ചിലേറ്റ മുറിവാണ്. ആരാണെങ്കിലും, എത്ര സാധാരണക്കാരനാണെങ്കിലും ഇത്തരത്തിലൊരു വാർത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം അയാളുടെ അല്ലെങ്കിൽ അവരുടെ നാവിൻ തുമ്പിൽ വരുന്നത് അവളെ അങ്ങ് തൂക്കി കൊന്നേക്കണം എന്നാണ്. അപ്പോൾ അത്തരത്തിലൊരു വിധി ഉണ്ടായതുകൊണ്ടാണ് എല്ലാവരും നെയ്യാറ്റിൻകര കോടതിയിലെ ന്യായാധിപനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.